ആകാശവാണി. പേരുമാറ്റം, മതം മാറ്റം, ഒപ്പുമാറ്റം തുടങ്ങി ഗവൺമെന്റ് പ്രസ്സുകൾ വഴി നടക്കുന്ന വിവിധ സേവനങ്ങളുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് പ്രസ്സുകളുടെ സൂപ്രണ്ട് വീരാൻ ടി, കൺട്രോളർ ഓഫ് ഫോംസ് ഹരികുമാർ ബി എന്നിവർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ PA ബിജു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമ്മുടെ സർക്കാർ വകുപ്പുകളിൽ പലതും നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെ അടുത്ത് ബന്ധമുള്ളവയാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അത്തരത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടാൻ വളരെ സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അച്ചടി വകുപ്പ്. നമ്മുടെ അച്ചടി വകുപ്പ് എങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ, ആ വകുപ്പിന് കീഴിലുള്ള സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഒക്കെയുള്ള ഒരു മണിക്കൂർ സമയമാണ് ഇപ്പോഴുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രോതാക്കളുടെ പേരിൽ അച്ചടി വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് പ്രസ്സുകളുടെ സൂപ്രണ്ടായ ശ്രീ ടി വീരാൻ, കൺട്രോളർ ഓഫ് ഫോംസ് ശ്രീ ബി ഹരികുമാർ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. പ്രാഥമികമായി ശ്രോതാക്കളുടെ അറിവിലേക്കും പിന്നെ പൊതുവിലായിട്ടും ചോദിക്കുകയാണ്, സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന ഏതൊക്കെ സേവനങ്ങളാണ്, പൊതുവിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അച്ചടി വകുപ്പ് കേരളത്തിൽ വിവിധ ജില്ലകളിലായി 11 ഗവൺമെൻറ് പ്രസ്സുകളും ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലൊഴികെ 12 ഫോറം സ്റ്റോറുകളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് വേണ്ട വിവിധ സേവനങ്ങൾ അച്ചടി വകുപ്പിൻ്റെ ഫോറം സ്റ്റോറുകളുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള നേരിട്ടുള്ള സേവനങ്ങളായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ പൊതുജനങ്ങൾക്ക് നേരിട്ടുള്ള സേവനങ്ങൾ എന്ന് പറയുന്ന ഇനങ്ങളിൽ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട പരസ്യം, ഒപ്പുമാറ്റവുമായി ബന്ധപ്പെട്ട പരസ്യം, ലിംഗമാറ്റം ബന്ധപ്പെട്ട പരസ്യം, മതം മാറ്റം, ജാതി തിരുത്തൽ എന്നീ പരസ്യങ്ങളാണ് ഗവൺമെൻറ് പ്രസ്സുകളുടെ സൂപ്രണ്ടിനാൽ പ്രസിദ്ധപ്പെടുത്തുന്ന ഗസറ്റ് വഴി പ്രസിദ്ധീകരിക്കുന്നത്. ഈ സേവനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ നേരത്തെ സൂചിപ്പിച്ച അച്ചടി വകുപ്പിന് കീഴിലുള്ള എല്ലാ ഫോറം സ്റ്റോറുകളെയും സമീപിക്കാവുന്നതാണ്. ഇതിന് നിശ്ചിത ഫീസ് അടച്ച് അതിനു വേണ്ട രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ, അത് ഗസറ്റിൽ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഔദ്യോഗികമായി പേരുമാറ്റവും ജാതി തിരുത്തലും ഒപ്പുമാറ്റവും ഒക്കെ പ്രാബല്യത്തിൽ വരുമെന്നാണ് അതിൻ്റെ ഒരു രീതി. നമുക്ക് ഇത്തരം സേവനങ്ങൾ ചെയ്യുവാനായിട്ട് നേരിട്ട് ഈ പറഞ്ഞ ഗവൺമെൻറ് പ്രസിൻ്റെ ഒരു ഔട്ട്ലെറ്റുകൾ വരികയാണോ, അതോ നമുക്കതിന് മറ്റു മാർഗങ്ങൾ കൂടിയുണ്ടോ? അത് ഇപ്പോൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായി ഏതാനും മാസങ്ങളായി നമ്മൾ ഇത്തരം ഗസറ്റുകൾ ഓൺലൈനായിട്ടാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ പുസ്തക രൂപത്തിൽ അച്ചടിച്ചിരുന്ന ഗസറ്റ്, ഈ ഗസറ്റ് നമ്മൾ സാധാരണ ഗസറ്റ് എന്ന് പറയും. സാധാരണ ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ്, ചൊവ്വാഴ്ചയാണ്, എല്ലാ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോഴും ഓൺലൈനാക്കി മാറ്റിയപ്പോഴും അത് ആഴ്ചയിൽ ഒരിക്കൽ തന്നെയാണ്, ചൊവ്വാഴ്ച തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം അത് സാധാരണ ജനങ്ങൾക്ക് അച്ചടി വകുപ്പിനെ സമീപിക്കുന്ന രീതിയിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, പണ്ട് സമീപിച്ചിരുന്നതുപോലെ ഈ നേരത്തെ സൂചിപ്പിച്ച ഇടുക്കി, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലാ ഫോറം സ്റ്റോറുകളിലും നേരിട്ട് സമീപിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഓൺലൈനായി അത് കൈകാര്യം ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്, അദ്ദേഹത്തിൻ്റെ സംശയത്തിലേക്ക് കടക്കാം. ഹലോ. ഹലോ സാറേ, എന്റെ പേര് മേഴ്സി റോസ്ലെറ്റ് എന്നാണ്. പറഞ്ഞോളൂ. സ്ഥലം എവിടെയാണ്? എന്റെ വീട് പെരിങ്ങമലയാണ്. പറഞ്ഞോളൂ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. എന്റെ ഒപ്പ് പണ്ട് ഈ പേര് അങ്ങ് ശീലിച്ചത്, അത് കാണാൻ ഒരു ഭംഗിയൊന്നുമില്ല. അപ്പൊ എനിക്കൊന്ന് അത് മാറ്റിയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. എന്താണ് അതിന്റെ പ്രൊസീജിയർ?
എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞേ? പെരിങ്ങമല, കല്ലിയൂർ പെരിങ്ങമല. ഓക്കെ. അപ്പോൾ ഒപ്പ് മാറ്റാൻ 2600 രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ ഒപ്പും പുതിയ ഒപ്പും ഒരു വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തി അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നമുക്കത് ഓൺലൈനിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിനൊരു ഗസറ്റിൽ compose.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് ഓൺലൈനായി ചെയ്യാം. അല്ലെങ്കിൽ അതിന് നമുക്ക് പരിചയക്കുറവുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഫോറം സ്റ്റോറുകളിൽ സമീപിക്കാം. ഈ സ്ഥലം തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് സ്റ്റാച്യൂലുള്ള തിരുവനന്തപുരമാണ്. സ്റ്റാച്യൂലുള്ള ഞങ്ങളുടെ ഡയറക്ടറേറ്റിനോടനുബന്ധിച്ച് ഒരു പബ്ലിക്കേഷൻ വിഭാഗമുണ്ട്. അവിടെ നേരിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും തരും. ഈ ഫോംസ് കൺട്രോളർ എന്നുള്ളതായിരിക്കും ഹരികുമാർ സാറിന് എന്തെങ്കിലും അതേക്കുറിച്ച് പറയാനുണ്ടോ? മേൽപ്പടികൾ സർക്കാർ ഉദ്യോഗസ്ഥയായതുകൊണ്ട് അവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇതിൽ സ്കെയിലപ്പ്, ഡെസിഗ്നേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് അത് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ്, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് മാത്രമാണ്. സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് മാത്രം. എന്തെങ്കിലും സംശയം ഇനി അതേ സംബന്ധിച്ചുണ്ടോ? ഇല്ല, ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ? മറ്റു രേഖകൾ എന്തെങ്കിലും ഇതിൽ വേറെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ടോ? രേഖകൾ ഇതിനകത്ത് ID പ്രൂഫ്, ഇപ്പം സാറ് നേരത്തെ പറഞ്ഞതുപോലെ വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് പഴയ ഒപ്പും പുതിയ ഒപ്പും ID പ്രൂഫും വേണം. ID പ്രൂഫ് ആധാർ കാർഡ് പരസ്യം ചെയ്യാൻ കഴിയത്തില്ല. ആധാർ കാർഡ് ഒഴികെ ഉള്ള നമ്മൾ ഇലക്ട്രൽ IDയോ റേഷൻ കാർഡോ, ഓഫീസ് ID പോരാ, ഇലക്ട്രൽ IDയോ റേഷൻ കാർഡോ വേണം. എന്നുവെച്ചാൽ വോട്ടർ ID വേണം. വോട്ടർ ID അല്ലെങ്കിൽ റേഷൻ കാർഡ് അങ്ങനെയുള്ള, അതുമായി പാൻ കാർഡോ അങ്ങനെയുള്ളതാവാം. ശരി എന്നാ, ഓക്കെ, ശരി. ഒരുപക്ഷെ ഒപ്പ് മാറ്റുന്നുണ്ട്. ഇപ്പം ഈ ശ്രീമതി മുസ്ലി റോസലിറ്റ് പറഞ്ഞൊരു കാര്യം, ഒപ്പ് ഭംഗിയില്ലാത്തതുകൊണ്ട് ശരിയാണ്. നമ്മൾ എപ്പോഴും ഒരു സർക്കാർ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എപ്പോഴും ഒപ്പിടേണ്ടി വരും. ഒരുപക്ഷെ നിരവധി ഒപ്പുകൾ ദിവസേന ഇടേണ്ടി വരും. നമ്മളൊരു പക്ഷേ 10ാം ക്ലാസ്സിൽ പെട്ടെന്ന് ഇട്ട് കൊടുത്തൊരു ഒപ്പായിരിക്കും ഇപ്പോഴും തുടരുന്നത്. പേരെഴുതി ഒപ്പിട്ടതൊക്കെ ആയിരിക്കും. അത് മാറ്റണമെന്ന് തോന്നുക സ്വാഭാവികമാണ്. ഈ ഒരു ആവശ്യം ആർക്കും വരാവുന്നതാണ് അല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനൊരു വ്യത്യസ്തമായൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. ഒപ്പുമാറ്റം കൂടാതെ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തായിരിക്കും വീരൻ സാർ പറഞ്ഞാൽ? അതെ, പേരുമാറ്റം തന്നെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് പേര് മാറുന്നതിനോടുകൂടി ഒപ്പും മാറാം. അതിന് രണ്ടുകൂടെ ഒന്നിച്ച് അനുബന്ധമായി തന്നെ മാറാം. അപ്പോൾ അതിന് ഒരു ഫീസ് മതി. പ്രൊസീജിയർ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് പേരുമാറ്റത്തിൻ്റെ പൈസ കുറവാണ്, ഫീസ് കുറവാണ്. അത് എത്രയാണ്? 1820 രൂപയാണ്. 1800 രൂപയാണ്. 820 പേരുമാറ്റം. പേരുമാറ്റത്തിൻ്റെ കൂടെ കൂടെയാണെങ്കിൽ പേരുമാറ്റത്തിൻ്റെ കൂടെ തന്നെ ഒപ്പും മാറാം. ഒന്നിച്ചാണെങ്കിൽ ഫീസ് കുറവുണ്ടാവും. ഈ മാറ്റം മാത്രമാണെങ്കിൽ 2600 രൂപ വേണ്ടി വരും. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു. പേരുമാറ്റത്തിന് അല്പം പണം കുറവാണ്. പേരുമാറ്റവും ഒപ്പുമാറ്റവും കൂടെ ഒന്നിച്ചാവുമ്പോൾ ഫീസ്, പേര് മാറുന്നതിനോടുകൂടി ഒപ്പും അതിനോടൊപ്പം മാറുന്നതാണെന്ന് പരസ്യത്തിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഈ പരസ്യത്തിൻ്റെ ചിലവും കൂടെ അതാണോ പ്രധാനം? കാരണം പരസ്യം നമ്മൾ ചെയ്യുന്നത് പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ ഗസറ്റിലല്ലേ പരസ്യം ചെയ്യുന്നത്. അതെ. എന്നുവെച്ചാൽ സർക്കാർ ഗസറ്റിൽ, കേരള സംസ്ഥാന ഗസറ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അത് ശരിക്കും അതിന് ശേഷം നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷമുള്ള നടപടിക്രമം എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ? നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന പരിപാടി. അതിൻ്റെ ജെന്യൂനിറ്റി യഥാർത്ഥത്തിലുള്ളതാണോ എന്നൊക്കെ പരിശോധിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഞങ്ങൾക്കത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മളത് പബ്ലിഷ് ചെയ്യും. നിശ്ചിത ഫീസ് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ നിശ്ചിത ഫീസ് വാങ്ങുകയുള്ളൂ. അപ്പോൾ പിന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ആദ്യമേ കയറി ഫീസൊന്നും അടയ്ക്കരുത്. അപേക്ഷ സ്വീകാര്യമാണ്, പബ്ലിഷ് ചെയ്യപ്പെടാൻ യോഗ്യതയുണ്ട് എന്ന് അറിയിപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ അത് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും ഫീസ് അടയ്ക്കാവൂ. അടച്ച ഫീസ് പിന്നെ തിരികെ കൊടുക്കുന്നതല്ല എന്നാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. നമുക്ക് അടുത്തൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ. നമസ്കാരം സാർ. നമസ്കാരം.
പറഞ്ഞോളൂ. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് വിളിക്കുന്നതാണ്. കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നിന്ന് പറഞ്ഞോളൂ. കാഞ്ഞങ്ങാട് സാറേ, എന്റെ പ്രശ്നം ഞാൻ ബ്ലൈൻഡാണ് ഫുള്ള്. പറഞ്ഞോളൂ. കണ്ണിന് കാഴ്ചയില്ലാത്ത ബ്ലൈൻഡാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇപ്പൊ ബാങ്കിൽ അവിടെ ഇവിടെ പോയിട്ടാകുമ്പോ ഒപ്പ് ശരിയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒപ്പിട്ടിട്ടാകുമ്പോ അവര് പറഞ്ഞു ഒപ്പ് ശരിയല്ല, അത് മാറണം. അപ്പൊ ഞാൻ ചുണ്ടപ്പ് നോക്കാന്ന് പറയുമ്പോ ചില ആള് ചുണ്ടപ്പ് പറ്റില്ലാന്നും പറയുന്നത്. അപ്പൊ അതിനെന്താ സാറ് വേണ്ടത്? മറുപടി പറയാമോ? ഞാൻ ഹരികുമാർ സാർ മറുപടി പറയാമോ? ഇപ്പം നമ്മൾ വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് ഒപ്പ് മാറ്റം. അത് ഏത് പൊസിഷനിലായിരുന്നാലും ഏത് ബുദ്ധിമുട്ടുള്ള ആൾക്കും ഒപ്പ് മാറുന്നതിൻ്റെ പ്രൊസീജിയർ സ്വീകരിച്ചേ കഴിയൂ. ഈ നേരത്തെ ഒപ്പ് മാറ്റത്തിന് ആവശ്യപ്പെട്ടതുപോലെ വെള്ള പേപ്പറിനകത്ത് 2 പഴയ ഒപ്പും പുതിയ ഒപ്പും ഉപയോഗിക്കുക. ബാക്കി അഡ്രസ്സിൻ്റെ ID പ്രൂഫും തരിക. പരസ്യം ആവശ്യമായ ഫീസ് എടുക്കുക. പരസ്യം ചെയ്യുന്നു. അതിന് ബുദ്ധിമുട്ട് ഉണ്ടെന്നാണോ? എന്താണ് അങ്ങ് ഒന്നുകൂടെ പറയാമോ അതിൻ്റെ ഒരു പ്രയാസം? പ്രയാസം പറഞ്ഞാൽ എന്റെ ഒപ്പിട്ടിട്ടാകുമ്പോ അവർ വന്ന് ഒപ്പ് നിങ്ങളെ ശരിയല്ല. അപ്പൊ എനിക്ക് പറഞ്ഞാൽ എന്റെ വലത് കൈയല്ലേ, വലത് കൈക്ക് എനിക്ക് ഒരു ഫിംഗർ അധികം ഉണ്ട്, 6 വിരലിൽ. അപ്പൊ ഈ 6 വിരലിലുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ വിരലിന്റെ ശരി ഒപ്പ് എല്ലാ ഒപ്പും ഒരേ സെയിം ആവുന്നില്ല, തെറ്റിപ്പോകുന്നു. വീരൻ സാർ എന്താന്ന് അത് ഈ വിഷയം, ഇത്തരത്തിലുള്ളൊരു വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ ഒപ്പിടുന്നു. അതിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്കും നമ്മൾ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ ഒപ്പിടുമ്പോൾ. അപ്പം നമ്മൾ കണ്ണ് കാണുന്ന ആളിൽ നമുക്ക് ഒപ്പ് ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കണ്ണ് കാണാത്ത ഒരാൾക്ക് അത് ഒപ്പ് എങ്ങനെയാണ് എൻ്റെ ഇരിക്കുന്നത് പോലും ചിലപ്പോൾ വശമുണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഒരു വിഷയം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളത് ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ ഫോംസ് കൺട്രോളർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു പോം വഴി നിർദ്ദേശിക്കാനില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഞങ്ങളതിൻ്റെ പ്രായോഗികത എങ്ങനെയാണ്, എന്ത് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ശ്രോതാവ് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ബാങ്കുകളിലോ വേറെ എവിടേക്കോ അത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മറ്റ് സാങ്കേതിക നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പരിശോധിക്കാമെന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയൂ. ഇത് ആദ്യമായി വന്നൊരു വിഷയമാണ്. ഞങ്ങൾ എന്തായാലും അത് പുതിയൊരു ഒരു കാര്യമായിട്ട് ഞങ്ങളത് എന്തായാലും വലിയൊരു കാര്യമാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു മാറ്റമാണത്. ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളത് സർക്കാരിൻ്റെയും ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഞങ്ങൾ ആലോചിക്കും. അല്ലെങ്കിൽ ഞങ്ങളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങളത് ഒരു അപേക്ഷ തരികയാണെങ്കിൽ ഞങ്ങളത് സർക്കാരിലേക്ക് ഫോർവേഡ് ചെയ്യാം. താങ്കളുടെ ഫോൺ നമ്പർ ഇവിടെ പ്രത്യേകമായി നോട്ട് ചെയ്യാം. സാറേ, ഇപ്പൊ മറ്റേ തമ്പ് ഇംപ്രഷൻ എല്ലാവരും പറയുന്നില്ല, ചില ബാങ്കിൽ മാത്രമേ പറയുന്നത്. ഒരു സ്ഥലത്ത് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റിലും കൊടുത്തിട്ട് ഇപ്പോ തമ്പ് ഇംപ്രഷൻ ഞാൻ ചെയ്യുന്നില്ല. ചിലവര് പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും സ്വർണം ബ്ലഡ് ചെയ്യാൻ പറ്റുമ്പോ നിങ്ങൾക്ക് പറ്റാന്ന് പറയുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് മാനസികമായിട്ട് വിഷമം വരുന്നു. ഇപ്പോ സ്വർണ്ണപ്പണയത്തിന് നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമായി സമീപിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലെ ഓരോ നിയമങ്ങൾ പുതുതായി വരുന്നത് ഓരോ സാഹചര്യങ്ങൾ, ആവശ്യങ്ങൾ വരുന്നതനുസരിച്ചാണ്. അപ്പം അങ്ങയുടെ ഈ ഒരു ആവശ്യം ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽ പ്രത്യേകമായി പെട്ടിരിക്കുന്നു. ഇത് നേരിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗവൺമെൻറ് പ്രസിൻ്റെ ഡയറക്ടർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു കത്തായിട്ട് അയച്ചാൽ ഇതിനെ സംബന്ധിച്ച് ഫർദർ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുവാൻ തക്കത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമായിരിക്കാം. മറ്റൊന്ന്, നിങ്ങൾക്ക് ഭിന്നശേഷി കമ്മീഷണറെ സമീപിച്ച് അദ്ദേഹം വഴിയും സർക്കാരിലേക്ക് ഈ ഒരു ആവശ്യം ഉന്നയിക്കാവുന്നതാണ്. അപ്പം ഗവൺമെൻറ് പ്രസിൻ്റെ ഡയറക്ടർക്ക് നേരിട്ടും നിങ്ങൾക്കൊരു കത്തയക്കാം. ഭിന്നശേഷി കമ്മീഷണർ വഴിയും ഈ ഒരു ആവശ്യം സർക്കാരിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പുതിയ പോം വഴി, പുതിയൊരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാകുവാൻ അത് സഹായിക്കും. ഇത് പൊതുജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ ഒരു സംഗതിയിലേക്ക് വഴിതെളിക്കുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങയുടെ ഫോൺ നമ്പർ ഇവിടെ നോട്ട് ചെയ്യാം, എന്തെങ്കിലും ആവശ്യം വേണം എന്നുണ്ടെങ്കിൽ. മറ്റെന്തെങ്കിലും പറയാനുണ്ടാവുമോ? ഒന്നുമില്ല. അങ്ങയുടെ പേരൂടെ പറയാമോ? അങ്ങയുടെ പേര്? ഉണ്ണികൃഷ്ണൻ, കാഞ്ഞങ്ങാട് എന്നല്ലേ? ഓക്കെ. തീർച്ചയായിട്ടും ഇത് പ്രൊസീഡ് ചെയ്യണമേ. പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പൊതുവിലുള്ള ഒരു പബ്ലിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായ ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ പലതും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തന്നെ അവർക്ക് പ്രയാസം ഉണ്ടാവാറുണ്ട്. നമുക്ക് സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ട്, എങ്കിലും അതൊന്നും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് സാധാരണ വിചാരിക്കാം നമുക്ക് വിരലടയാളം പോരെയെന്ന്. പക്ഷെ വിരലടയാളം സ്വീകരിക്കാത്ത സ്ഥലങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അത് പണസംബന്ധമായ കാര്യങ്ങൾക്ക് പലപ്പോഴും അത് പോരാതെ വരുന്നു, തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ പൊതു സംവിധാനത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ് അല്ലേ? ഇതിൽ
ഇപ്പോൾ ഈ ഒപ്പുമാറ്റത്തെക്കുറിച്ച് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പേരുമാറ്റം തന്നെ നടപ്പാകുമോ, അത് സാധ്യമാണോ എന്ന ആളുകൾക്ക് സംശയമുണ്ട്. ഒരു സാധാരണ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലുള്ള ചില ആളുകൾ, അവർക്ക് ഇത് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയ സംശയമാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ ഒരു പുതിയ ഒരു നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ച ചോദ്യം. അത് നമുക്ക് പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ സാറ് സൂചിപ്പിച്ച പോലെ അത് ഭിന്നശേഷി കമ്മീഷൻ മുഖാന്തരമോ അത് വ്യക്തിപരമായോ ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാവുന്ന ഒരു വിഷയമാണത്. ഒരു പേരുമാറ്റമായിരിക്കുമല്ലോ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വിഷയം. ചില ആൾക്കാർക്ക് മാതാപിതാക്കളുടെ പേരിൻ്റെ ഭാരം താങ്ങാനാവാതെ പുതിയ പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ചേഞ്ചിന് വേണ്ടി ചെയ്യുന്നവരൊക്കെയാണ്. എല്ലാ രേഖകളും കൃത്യമാണ്, ഒരാളുടെ ജെനുവിനായിട്ടുള്ള ഒരു ആവശ്യമാണ് എങ്കിൽ, എല്ലാ രേഖകളും ഉണ്ട് എങ്കിൽ എത്ര സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഒരു പേരുമാറ്റം? നമ്മൾ സാധാരണയായി എല്ലാ ചൊവ്വാഴ്ചയാണ് ഗസറ്റ് പരസ്യം ഉണ്ടാകുന്നത്. അപ്പം ഈ ചൊവ്വാഴ്ച തന്നാൽ അടുത്ത ചൊവ്വാഴ്ചക്കകത്ത് പരസ്യം ചെയ്യുകയാണ് ചെയ്യാറ്. എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ മാത്രമേ കുറച്ച് കാലതാമസം ഉണ്ടാവുകയുള്ളൂ. അപ്പം സാധാരണ ജെന്യുനായിട്ടുള്ള ഒരാൾക്ക് പേര് മാറുന്നതിന് നെക്സ്റ്റ് ഒരാഴ്ച സമയം മതി. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിലവിൽ ആകും എന്നാണ്. അത് വീണ്ടും സമയക്രമം ഉണ്ട്. ഇപ്പോൾ ഗസറ്റ് അന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ കിട്ടും. ഗസറ്റിൻ്റെ കോപ്പി അന്ന് വൈകുന്നേരം, ആ ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് തന്നെ ഗസറ്റിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലേ? നമുക്ക് വന്ന് വാങ്ങിക്കേണ്ട ഒരു പ്രശ്നമേ വരുന്നില്ല. അപ്പോൾ പക്ഷേ ഈ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൂടുതൽ അപേക്ഷകരുണ്ടെങ്കിൽ ഒരു ക്യൂ ഉണ്ടാവില്ലേ? ഇത്ര സമയം കഴിയുമായിരിക്കാം. അങ്ങനെ നമുക്ക് സാധാരണയായി 200ഓളം അപേക്ഷ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്ഥലം ഗസറ്റിനകത്തുണ്ട്. 200ഓളം അപേക്ഷ തന്നെ ഇപ്പോൾ വരുന്നുള്ളൂ. 200 കൂടുതലായാലും നമുക്ക് അഡീഷണൽ ഷീറ്റ് ഇട്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ. ഹലോ. പറയാമോ, എവിടെ നിന്നാണ്? സാർ, ഞാൻ കരിക്കയത്ത് നിന്നാണ്. എന്റെ പേര് ശിവകുമാർ എന്നാണ്. പറഞ്ഞോളൂ. ഞാൻ വിളിക്കുന്നത് എന്റെ വൈഫിന്റെ പേര് ശ്രീജാകുമാരി. അപ്പോൾ വിവാഹശേഷം നമ്മുടെ റേഷൻ കാർഡ് ആയാലും ആധാർ കാർഡ് ആയാലും അതിലെല്ലാം ശ്രീജ ശിവകുമാർ എന്നാണ്. അപ്പൊ ഈ പേര് മാറ്റം നമുക്ക് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്ന് അറിയാൻ വേണ്ടി പറയാമോ? ഇപ്പോൾ അതായത് ഭർത്താവിൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ പേര് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ബാക്കി SSLC ബുക്കിൻ്റെ കോപ്പി, ഒരു ID പ്രൂഫ്, ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രേഖകൾ. ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ ആധാർ ഒഴികെയുള്ള ID പ്രൂഫ്. ആധാർ പരസ്യം ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ആധാർ ഒഴികെയുള്ള നമുക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പിയോ ഇലക്ട്രൽ IDയോ പാൻ കാർഡോ. റേഷൻ കാർഡിലെല്ലാം ഈ ശ്രീജ ശിവകുമാർ സാരമില്ല. അത് രണ്ട് വ്യത്യസ്തമായ പേരുകൾ കിടക്കുന്ന ഡോക്യുമെൻറ്റുകളിൽ 1 ആൻഡ് സെയിം പേഴ്സൺ സർട്ടിഫിക്കറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യണം ഒരു ഗസറ്റഡ് ഓഫീസർ. 1820 രൂപയാണ് ഫീസ്. ഓൺലൈനായിട്ട് ചെയ്യാം. നമുക്ക് ഈ ട്രഷറി സംവിധാനമുണ്ട്. ഓഫീസിൽ വന്ന് പേയ്മെൻറ്റ് നടത്താം. ശരി സാർ, ശരി സാർ, താങ്ക് യു സാർ. കരിക്കും ശിവകുമാർ ചോദിച്ച ചോദ്യമായിരിക്കാം ഒരു പക്ഷേ ധാരാളം ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക. വിവാഹം കഴിഞ്ഞ് പേര് മാറ്റുന്നത് സ്വാഭാവികമായി നടക്കാറുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് പേര് മാറ്റണമെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് കൂടെ ആവശ്യമാണ് അല്ലേ? അതിൻ്റെ പേരിൽ അല്ലാതെ തന്നെ ഒരാൾക്ക് മാറ്റാമല്ലോ പേര് എന്നിരിക്കെ, പക്ഷേ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടല്ലേ? അല്ല, സെക്കൻഡ് നെയിം, രണ്ടാം ഭാഗത്ത് ചേരുന്ന പേരിന് തെളിവ് വേണം. കാണിക്കണം. പേരിൻ്റെ സെക്കൻഡ് പോർഷൻ അല്ലേ? ഓക്കെ. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മത ആചാരപ്രകാരമുള്ള വിവാഹത്തിൻ്റെ എന്തെങ്കിലും രേഖയായാലും മതിയാവുമോ? അതോ സ്പെഷ്യൽ മാരേജ് വേണ്ടി വരുമോ? സ്പെഷ്യൽ മാരേജ് വേണം. അപ്പോൾ സ്പെഷ്യൽ മാരേജിൽ പ്രകാരം രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് പ്രകാരം അത് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് രേഖ വേണം. പിന്നെ മറ്റൊന്നുള്ളത് ഈ പറഞ്ഞ രേഖകൾ, നമ്മുടെ SSLC ബുക്കോ പല സർട്ടിഫിക്കറ്റുകളിൽ പല പേരാണ് എങ്കിൽ അല്ലെ, രണ്ടാളും ഒരാളാണെന്ന് ഒരു ഗസറ്റഡ് നമ്പറും ഡേറ്റും, അവരുടെ ഇഷ്യൂയിങ് ഡേറ്റ്, അവരുടെ അതോറിറ്റി, ഇതെല്ലാം ചേർത്ത് ഈ പേര് പറഞ്ഞിട്ട് 1 ആൻഡ് സെയിം പേഴ്സൺ സർട്ടിഫിക്കറ്റ്, ഈ രണ്ട് ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയാൽ മതി. പല ഡോക്യുമെന്റുകളും ഒരുമിച്ച് ഒരു സർട്ടിഫിക്കറ്റ് മതി. ഒരുപാട് വ്യത്യസ്തമായ രേഖകളിൽ കിടക്കുന്നെങ്കിൽ ഒറ്റ സർട്ടിഫിക്കറ്റ് മതി. ഇപ്പം പാൻ കാർഡിൽ തെറ്റി കിടക്കുന്നു, ഇലക്ഷൻ IDക്ക് തെറ്റി കിടക്കുന്നു, റേഷൻ കാർഡിൽ തെറ്റി കിടക്കുന്നു, സ്കൂൾ സർട്ടിഫിക്കറ്റ് തെറ്റുന്നു, ഇതിൽ ഒറ്റ ID മതി. ഇപ്പോൾ ഇതിന് ആധാരമായ വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാന പേരെന്ന് പറഞ്ഞാൽ SSLC ബുക്കിൽ പറയുന്ന പേരാണ്, അല്ലെ വിദ്യാഭ്യാസ രേഖയിൽ പറയുന്ന പേരാണ് ഒരാളുടെ ഫസ്റ്റ് നെയിം. ആ രേഖ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ആവശ്യമാണ് അല്ലേ? അതെ. 10ാം ക്ലാസ് മിക്കവാറും 10ാം ക്ലാസ് പാസ്സായവരായിരിക്കാം വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രേഖ SSLC ബുക്കില്ലെങ്കിൽ വിദ്യാഭ്യാസ രേഖ, മറ്റേ ഇതിനു മുൻപുള്ള വിദ്യാഭ്യാസ രേഖ എന്തെങ്കിലും. സാറ് പറഞ്ഞതുപോലെ ഇപ്പം വിദ്യാഭ്യാസം അങ്ങനെ ഇപ്പം
കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാം. റേഷൻ കാർഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ലഭ്യമായിട്ടുള്ള രേഖകൾ സർക്കാർ അംഗീകൃത രേഖകൾ അതിന് റേഷൻ കാർഡ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് ഒരു സത്യവാങ്മൂലം കൂടെ കൊടുക്കേണ്ടി വരും. വരും. ഇതാണ് സാധാരണഗതിയിൽ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലാതെയും ഇപ്പോൾ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടാമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് മറ്റു രേഖകൾ എന്തൊക്കെയായിരിക്കാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക? നമ്മൾ സാധാരണഗതിയിൽ ഈ പേരുമാറ്റ അപേക്ഷയിൽ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ പേരുമാറ്റത്തിൻ്റെ കാരണം എന്തിനു വേണ്ടിയാണ്, എന്താണ് എൻ്റെ കാരണം എന്ന് ചോദിക്കാറുണ്ട്. പ്രൂവ് ചെയ്യാനുള്ള രേഖകൾ കൂടി ഹാജരാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. വിശ്വസനീയമാവണം, വിശ്വസനീയമാവണം, ഒരു ആധികാരികത വേണം. സാധാരണയായി പേര് 2 സന്ദർഭങ്ങളിലാണ് മാറ്റേണ്ടി വരുന്നത്. അത് ഒന്ന് പുതിയ പേര് സ്വീകരിക്കലാണ്. 2 വ്യത്യസ്തമായ ഡോക്യുമെൻറ്റുകൾ നമ്മുടെ പല ഡോക്യുമെൻറ്റുകളിലും പല പേരുകൾ ഏകീകരിക്കുന്നത്. ഈ ആവശ്യമായിരിക്കും കൂടുതൽ വരുന്നത്. ഇനി ഇതല്ലാതെ പുതിയ കേസുകൾ വരുമ്പോൾ നമ്മൾ കൂടി ആലോചിച്ച് ഡയറക്ടർ തലത്തും സൂപ്രണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിൻ്റെ ഉചിതമായ തീരുമാനം ചില കാര്യങ്ങൾ എടുക്കേണ്ടി വരും. ചില പെരുമാറ്റങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ചിലപ്പോൾ വൈകിയെന്നിരിക്കാം അല്ലേ? നമുക്ക് അടുത്തൊരു ശ്രോതാവുണ്ട്. ഹലോ. ഹലോ സാർ, ഞാൻ വർക്കലയിൽ നിന്നാണ്. പറഞ്ഞോളൂ. എന്റെ കൊച്ചുമോന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് ചോദിക്കാനാണ്. പറഞ്ഞോളൂ. അപ്പം അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് ഗൗതം വി മഹേശ്വർ എന്നാണ്. അപ്പൊ അത് മാറ്റി നമുക്ക് അവന്റെ അച്ഛൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പം ഗൗതം വിഷ്ണു മഹേശ്വർ എന്നാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയുടെ മൈനറായ കുട്ടിയുടെ പിതാവാണ് അപേക്ഷിക്കേണ്ടത് പേരുമാറ്റത്തിന്. പിതാവിന്റെ വില്ലേജ് ലെവലിലും പോകണോ അതോ എങ്ങനെയാണ്? അതൊന്നും വേണ്ട. പിതാവിൻ്റെ SLC ബുക്കിൻ്റെ കോപ്പി, പിതാവിൻ്റെ അഡ്രസ്സിൻ്റെ കോപ്പി, ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മൈനറായ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിൽ നിന്നുള്ള സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാക്റ്റ് വാങ്ങണം. അതിനകത്ത് അച്ഛൻ്റെ പേര് വേണം, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് വേണം, അഡ്മിഷൻ നമ്പർ വേണം, മറ്റ് സാധാരണ ചെറിയ ഡീറ്റെയിൽസ്. നമ്മുടെ അതായത് മോടെ കുഞ്ഞാനും ഇവിടുത്തെ അഡ്രസ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ അഡ്രസ്സിൽ അച്ഛൻ അപേക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ കേരളത്തിൽ റെസിഡൻസ് ഉള്ള ആർക്ക് വേണോ അപേക്ഷിക്കാം, ഏത് അഡ്രസ്സിൽ. ഇപ്പോൾ മുമ്പ് നമുക്ക് തപാൽ മാർഗം രജിസ്റ്റേർഡ് പോസ്റ്റിലായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഡൗൺലോഡ് ചെയ്തെടുക്കും അഡ്രസ്സ്. എങ്ങനെയായാലും അച്ഛനാണ് അപേക്ഷകൻ കുട്ടിയുടെ കാര്യത്തിൽ. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അച്ഛനാണ് അപേക്ഷകൻ എന്നുള്ള രീതിയിൽ അപേക്ഷ കൊടുക്കണം. അപ്പം അഡ്രസ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? എങ്ങനെ? അച്ഛന്റെ അഡ്രസ് തന്നെ അപ്പം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അച്ഛൻ്റെ അഡ്രസ്സ് നിർബന്ധമൊന്നുമില്ല. അച്ഛൻ ഇപ്പോൾ പിന്നെ ഈ കൊച്ചിൻ്റെ അമ്മയുടെ കൂടെ ആ വീട്ടിലാണ് താമസമെങ്കിൽ അവിടെയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും താമസമൊക്കെ മാറാമല്ലോ. നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള അതെന്താ, അത് ഏതിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് 2 തരത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഒന്ന് ഓൺലൈൻ സംവിധാനമുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ വെച്ച് വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടർ അങ്ങനെ വെച്ച് നമുക്കതിന് പരിചയമുള്ള ആളുകളെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കരിക്കകം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്താണല്ലോ, അടുത്തല്ലേ? വർക്കല. യെസ്, വർക്കല ആണെങ്കിലും തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ തിരുവനന്തപുരം സ്റ്റാച്യൂവിൽ ഡയറക്ടറേറ്റ്, അച്ചടി വകുപ്പ് ഡയറക്ടറേറ്റിനോടനുബന്ധിച്ച് പബ്ലിക്കേഷൻ വിഭാഗമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിൻ്റെ പേരുമാറ്റത്തിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1820 രൂപയാണ്. അത് നേരിൽ വന്നു കഴിഞ്ഞാൽ ആ ഫീസ് മാത്രമേ വരുള്ളൂ, അതിൽ കൂടുതലൊന്നും വരില്ല. നമ്പർ നമ്പർ പറയും. ഞങ്ങൾ തിരുവനന്തപുരത്തെ ഓഫീസിന്റെ നമ്പർ ഇതാ ഇപ്പൊ പറയാം. 233136. എഴുതാൻ പറ്റിയോ? 2-3-1-3-6-0. അതെ, 2331-360. വ്യക്തമായല്ലോ. നേരിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഡേ ഏതൊക്കെയാണ്? തിങ്കൾ മുതൽ ശനി വരെ, സെക്കൻഡ് സാറ്റർഡേ ഒഴികെ. സമയം ഒരു 10:30 മുതൽ 4:30 വരെയുള്ള സമയത്ത് എപ്പോൾ വന്നാലും ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരും. കുട്ടിയെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കുട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് അത് നേരിൽ വന്ന് ബോധ്യപ്പെട്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ പിന്നീട് പറയുന്നതാണ്. പിന്നെ പറയും.
കാരണം ഒരു പേരുമാറ്റത്തിന് സാധാരണ ഒരാൾ നേരിട്ട് വരുന്നതാണ് നല്ലത് അല്ലേ? പേരുമാറ്റത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ പൗരാവകാശമാണ്. അപ്പം നേരിട്ട് വന്ന് ബോധ്യപ്പെട്ട് ചെയ്യുന്നത് നമുക്ക് സംശയങ്ങൾ വരത്തില്ല. സാധാരണ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ച് അപ്പോഴെ തന്നെ ക്ലിയർ ചെയ്ത് പാർട്ടിയെ വിടാൻ കഴിയും. നേരിട്ട് ഓഫീസിൽ വന്നാൽ നേരിട്ട് വരുന്നതാണ് സൗകര്യം. എന്തായാലും ആദ്യം അന്വേഷിക്കാൻ വരുന്ന സമയത്ത് കുട്ടി വേണമെന്നില്ല. പിന്നെ ഓഫീസിൽ നിന്ന് പറയുന്നതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വേണ്ട രേഖകളൊന്നും നിങ്ങളുടെ കയ്യിൽ കാണൂല. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം സാർ? അതായത് കുട്ടി മൈനർ ആണെങ്കിൽ അച്ഛൻ്റെ 9 വയസ്സ് 9 വയസ്സാണല്ലേ, അപ്പോൾ അച്ഛനാണ് അപേക്ഷകൻ. അച്ഛൻ്റെ SLC സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, പിന്നെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പി, ഈ വക സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ കുട്ടിയുടെ അഡ്മിഷൻ 9 വയസ്സാണെങ്കിൽ 4ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ അഡ്മിഷൻ രജിസ്റ്ററിലെ അബ്സ്ട്രാക്റ്റ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. അതുമായിട്ട് വന്നാൽ മതി. ഹെഡ് മാസ്റ്ററുടെ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ? താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇതിൽ മൈനർ ആണെങ്കിൽ അപേക്ഷകൻ അച്ഛനാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇതിലെ കാര്യം. അപ്പം അച്ഛൻ ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അച്ഛൻ മരിച്ചുപോയി. അടുത്ത അധികാരി ആരാണോ? അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ വേർപിരിഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ, വിവാഹം ബന്ധം വേർപിരിഞ്ഞ് കുട്ടി അമ്മയുടെ കൂടെ താമസിക്കുന്നുവെങ്കിൽ അച്ഛൻ അപേക്ഷകനായ ഒരു സ്വാഭാവികമായ ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കാം ചെയ്യുക? അത് നിയമപ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ അച്ഛനാണ് കുട്ടിയുടെ രക്ഷാകർത്താവ് എന്നുള്ള രീതിയിൽ അപേക്ഷ നൽകേണ്ടത്. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ഈ ഡൈവോഴ്സ്, വിവാഹം വേർപെട്ടു അല്ലെങ്കിൽ വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ അമ്മയുടെ രക്ഷാകർത്തത്തിലാണ് കുട്ടി കഴിയുന്നതെങ്കിൽ അമ്മയ്ക്കത് പേര് മാറ്റേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അമ്മയ്ക്ക് അപേക്ഷ നൽകാം. പക്ഷേ അത് പിന്നെ നിയമപ്രകാരം ഡൈവോഴ്സ് ചെയ്തു എന്നും കുട്ടിയുടെ രക്ഷാകർതൃത്വം അമ്മയ്ക്കാണ് എന്നുമുള്ള ഒരു രേഖ അത് കോടതിയിൽ നിന്ന് ഹാജരാക്കിയെങ്കിൽ മാത്രമേ, അതിൻ്റെ വിവാഹ ഡൈവോഴ്സ് സർട്ടിഫിക്കറ്റും മറ്റ് ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കിയെങ്കിൽ മാത്രമേ അമ്മയുടെ അപേക്ഷ ഈ വക ആവശ്യങ്ങൾക്ക് നമ്മൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ പേരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പൊതുവിവരങ്ങൾ. വീണ്ടും ഒരാൾ ലൈനിലുണ്ട്. ഹലോ. പറയൂ. പറഞ്ഞു. നമസ്കാരം. ഒരു ലേഡി അവരുടെ കുട്ടിയുടെ പേര് മാറ്റുന്നതിനെ കുറിച്ച് എന്തോ പേര് പറഞ്ഞു. അപ്പൊ അവരുടെ ഹസ്ബൻഡ് പുറത്താണ്, ഏത് മേൽവിലാസത്തിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. എന്റെ ഒരു അനുഭവം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പറഞ്ഞു. എന്റെ മോൻ ഇപ്പോഴും പ്ലസ് 1 പഠിക്കുകയാണ്. അങ്ങയുടെ സ്ഥലം ഏതാണ്? സ്ഥലം പറയാമോ? എന്റെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ പഞ്ചായത്ത്. പറഞ്ഞു. അപ്പൊ എന്റെ മോൻ ജനിച്ചത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അതായത് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇപ്പോഴും പ്ലസ് 1 പഠിക്കുകയാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ്സായിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞു അവന്റെ പേര് മുകിൽ ഗണേശൻ എന്നാണ് മോന്റെ പേര്. അപ്പൊ പറഞ്ഞു പേര് കഴിഞ്ഞിട്ട് ഇൻസിൽ വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് അങ്ങ് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറ്റാനായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോ വേറൊരു സ്കൂളിൽ നിന്നില്ല പറഞ്ഞത് മുകിൽ സ്പേസ് ഗണേശ് ആണെങ്കിൽ അപ്പൊ അത് മുകിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം, പിന്നെ ഗണേശ് എന്ന് പറയുന്നത് സെക്കൻഡ് നെയിം, പിന്നെ ഡി എന്ന് പറഞ്ഞ എന്റെ ബാലസുബ്രഹ്മണ്യം ലാസ്റ്റ് നെയിനകത്ത് വരും. അതുകൊണ്ട് നിങ്ങൾ മുകിൽ ഗണേശ് എന്ന് ഒറ്റ വാക്കായിട്ട് ഇടണം, അല്ലെങ്കിൽ അത് ആലോചിച്ച് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകിൽ ഗണേശ് ഡിന്ന് അപ്ലൈ ചെയ്തു. പക്ഷെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം ഈ രണ്ടാമത് നമ്മൾ കറക്ഷൻ വരുത്തണമെങ്കിൽ ഒരിക്കൽ മാത്രമേ പാടുള്ളൂ. ഒരിക്കൽ മാത്രമേ. ഇത് ഞാനൊരു 1.5 കൊല്ലത്തിന് മുമ്പുള്ള സംഭവം ഞാൻ പറയുന്നത്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രത്യേക ഡിക്ലറേഷൻ ഉണ്ട്. അതിൽ അച്ഛനും അമ്മയും ചേർന്ന് ഒപ്പിട്ട് കൊടുക്കണം. ഞങ്ങൾ ഇനി ഒരു തിരുത്തലും വരുത്തുകയില്ല എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ കൂടി എഴുതി കൊടുക്കണം. ഇത് ഞാനൊരു 1.5 കൊല്ലത്തിന് മുമ്പുള്ള ഒരു അനുഭവമാണ് പറഞ്ഞത്. ഇപ്പോഴതിന് വ്യവസ്ഥകൾ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്റെ അഭിപ്രായം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെന്ന് വിശദമായിട്ട് അന്വേഷിച്ച ശേഷമേ അവര് മൂവ് ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നീട് ഈ കോർപ്പറേഷൻ കറക്ഷൻ അനുവദിക്കത്തില്ല. ഇപ്പോഴേ എല്ലാ കുട്ടികൾക്കും പേര് കഴിഞ്ഞ അവസാനമാണ് നിമിഷത്തിൽ വരേണ്ടത്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓഫീസിൽ ചെന്ന് ഹെൽത്ത് വിഭാഗത്തിൽ അന്വേഷിച്ചിട്ട് മാത്രമേ നടപടി എടുക്കാമെന്നും കൂടെ പ്രഷറെ അറിയിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഒരിക്കൽ ഡിക്ലറേഷൻ ഉണ്ട്, ജോയിന്റ് ഡിക്ലറേഷൻ, അച്ഛനും അമ്മയും ചെയ്യുന്ന ഡിക്ലറേഷനാണ്. അതിൽ പ്രത്യേകം പറഞ്ഞു ഞങ്ങൾ ഇനി ഈ തിരുത്തലുകൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാണ് ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്നത്.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് വിഭാഗത്തിൽ അതിന്റെ ഒരു നോട്ടീസ് ബോർഡിൽ അതിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് പറയുന്നത്. ഇത് ഔദ്യോഗികമായ പേരുമാറ്റത്തെ ബാധിക്കുമോ? അത് ഞാൻ പറയാം. താങ്കൾ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് കോർപ്പറേഷനിൽ നിന്നും പേര് ഉൾപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു നിശ്ചിത സമയത്തിനകം അവിടെ പേര് മാറ്റുകയാണെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ, അത് കഴിഞ്ഞാൽ സാധ്യമാകില്ല എന്നുള്ള വിഷയം അത് അച്ചടി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയേണ്ട ഒരു വിഷയമല്ല. അത് കോർപ്പറേഷൻ അല്ല, അതെ അതാണ്. അപ്പോൾ അത് കോർപ്പറേഷനിൽ അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുന്ന ബർത്ത് രജിസ്ട്രേഷൻ നടത്തുന്നതും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും അതിൽ പേര് ഉൾപ്പെടുത്തുന്നതും അത് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ എന്തായാലും രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഇതൊക്കെ നമ്മൾ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ അതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയത് നല്ല കാര്യം. എവിടെ നിന്നോ വിളിച്ച ശ്രോതാവിൻ്റെ വിഷയം കേട്ടതുകൊണ്ടാണ് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് നന്നായി, നല്ല കാര്യം. അപ്പോൾ എന്തായാലും അതൊരു പൊതു അറിവിലേക്ക് നമുക്ക് ലഭ്യമായത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് അച്ചടി വകുപ്പിൻ്റെ ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വിഷയമല്ലാത്തത് കൊണ്ട് അത് കോർപ്പറേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരിക്കൽ മാത്രമേ കറക്ഷൻ അനുവദിക്കുകയുള്ളൂ. ഓക്കെ, അത് ബർത്തിന്റെ ആയിരുന്നാലും ഡേറ്റ, ഇത് പേരിന്റെ ആയിരുന്നാലും ഡേറ്റ എന്താണെങ്കിലും ഞാൻ ഒരു കൊല്ലത്തിന് സംഭവം പറയുന്നത് ഒരിക്കൽ മാത്രമേ അനുവദിക്കത്തുള്ളൂ. യെസ്, ആ വിവരം എന്തായാലും നമ്മൾ ഷെയർ ചെയ്ത നന്നായി, പങ്കുവെച്ച നല്ല കാര്യം. ഓക്കെ, അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, നല്ല കാര്യം. ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെ. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ശരിക്കും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം വരുന്ന സ്കൂളിൽ ചേർക്കുമ്പോഴാണ് അല്ലേ. പിന്നീട് നമുക്ക് ആവശ്യം വരുമായിരിക്കാം, ചിലപ്പോൾ ചില വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോഴേക്കും ആവശ്യം വന്നേക്കാം. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് പക്ഷേ പേരുമാറ്റത്തിന് നിർബന്ധമല്ലല്ലോ അല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. സാധാരണ ഈ കോർപ്പറേഷനകത്ത് ബേബി പിറക്കുമ്പോൾ ഒരു ബേബി ഓഫ് പേരാണ് കൊടുക്കാറ്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞതുപോലെ ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ കുട്ടിക്കിടാൻ ഉദ്ദേശിക്കുന്ന പേര് അവിടെ പറയണം. പറഞ്ഞതിന് ശേഷം പിന്നെ തിരുത്താനായിട്ട് അവർ സാധിക്കില്ല. അത് അവരുടെ രേഖയിൽ അങ്ങനെ പറ്റില്ല. പിന്നെ അത് തിരുത്തണമെങ്കിൽ ഗവൺമെന്റ് പ്രസ്സിൽ വന്ന് കൊടുത്ത ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ബർത്ത് സർട്ടിഫിക്കറ്റിൽ അവർ പിന്നെ ഒരു മാറ്റം വരുത്താൻ അവർക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാവും, കോർപ്പറേഷനിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് അല്ലേ? അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു സ്കൂൾ അഡ്മിഷനൊക്കെയുമായി ബന്ധപ്പെട്ട സമയം വരെ തീർച്ചയായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിന് ശേഷം പിന്നീട് അതിനെ കാര്യമായി ബാധിക്കാൻ ഇടയില്ല. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ രേഖകളെല്ലാം ഒന്നിച്ച് ആവുകയാണ് നല്ലത്. ആവശ്യമുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാറ്റുക, ഇല്ലെങ്കിൽ ഒരുപോലെ ആവാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ ഒരു പ്രായമായതിനു ശേഷം ഇപ്പോൾ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ വിവാഹത്തിന് ശേഷം ഒരാൾ പേര് മാറ്റുന്നു, ഇങ്ങനൊരു സന്ദർഭങ്ങളിലും നമുക്ക് ഇത് ആവശ്യം വരില്ലല്ലോ അല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണ്ടല്ലോ. സാധാരണ SSLC കഴിഞ്ഞാൽ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡോക്യുമെൻ്റ് ആയി. SSLC വരെ, അതായത് 9ാം ക്ലാസ് വരെ ഒരു മൈനറായ കുട്ടിയുടെ ഫസ്റ്റ് ഡോക്യുമെൻ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ്. പരീക്ഷാഭവനിൽ പോയിട്ട് നമ്മൾ സെൻട്രലൈസ്ഡ് ഈ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ SSLC ബുക്കാണ് പ്രധാന ഡോക്യുമെൻ്റ്. അപ്പം അതിനുശേഷം പിന്നീട് വലിയ ബുദ്ധിമുട്ട് വരാനിടയില്ല. പക്ഷേ ഇദ്ദേഹം ഇതൊരു ചൂണ്ടിക്കാണിച്ചത് നന്നായി. അത് ഹലോ, അടുത്തൊരു ശ്രോതാവ്. ഹലോ. ഹലോ സാറ്, ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ്. ലേഖ എന്നാണ് പേര്. പറഞ്ഞോളൂ. സാർ, ഞാൻ ചോദിക്കുന്നത്, എന്റെ മോൾക്ക് ഇപ്പൊ 23 വയസ്സായി. പറഞ്ഞോളൂ. അപ്പോൾ നമ്മള് സർട്ടിഫിക്കറ്റ് ഇതിന് കൊടുത്തപ്പോ നമ്മള് കോർപ്പറേഷനില് എടുക്കുമല്ലോ, അപ്പൊ അതിലവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് എഴുതി തന്നത് അച്ഛന്റെ പേര് MANOHARAN ആണ്. RE എഴുതി തന്നു. അപ്പൊ അത് ഇത്രയും വർഷമായിട്ട് നമുക്കത് അധികം വിദ്യയില്ലാതെ അന്ന് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇപ്പൊ മോളുടെ ആവശ്യത്തിന് അവള് ഈ പഠിക്കാനൊക്കെ പോയി, അപ്പോഴാണ് അവള് പറയുന്നത് ഇങ്ങനെ ഒരു വ്യത്യാസം കിടക്കുന്നു, ഇനി ഇത് എന്നെ മാറ്റാൻ പോണെങ്കിൽ വലിയ പാടാ, എന്ത് ചെയ്യട്ടെ എന്നാണ്. മനോഹരൻ എന്നാണ്. അച്ഛൻ ജീവിച്ചിരിപ്പുള്ള ആളല്ലേ? അത് തന്നെ. അപ്പോൾ അച്ഛന്റെ പേര് വ്യത്യസ്ത രേഖകളിൽ വ്യത്യസ്തമായി കിടക്കുന്നതുകൊണ്ട് അത് ഏകീകരിക്കണം. അച്ഛന്റെ പേരുമാണ് മാറേണ്ടത്. അല്ല സാർ, അല്ല, ഞങ്ങൾ അങ്ങനെയല്ല. അച്ഛന്റെ പേരിലുള്ള സ്പെല്ലിങ് കറക്റ്റ് ആണ്, അതേ ഇത് തന്നെയാണ്. മോനുള്ളതും അതേ ഇത് തന്നെ. പക്ഷെ മോൾക്കുള്ള അത് എഴുതി തന്നത് ആക്കി കളഞ്ഞു. മകളുടെ പേരിൽ അച്ഛന്റെ പേരുണ്ട്, ആ പേരിലാണ് പ്രശ്നമുള്ളത്. മകളുടെ പേരിന്റെ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്ന പേരിലല്ലേ വ്യത്യാസം? അപ്പൊ അച്ഛന്റെ പേരാണ് മാറ്റേണ്ടത്.
മകളുടെ പേരല്ല, അച്ഛൻ്റെ SSLC ബുക്കും. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ അവര് എഴുതി തന്ന സ്പെല്ലിംഗ് വ്യത്യാസമാണ്. മനസ്സിലായി. എന്തായാലും നമുക്കത് പരിഹരിക്കാൻ കഴിയും. എന്തായാലും തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. അത് തന്നെ ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ചപ്പോഴും പറഞ്ഞ കാര്യങ്ങളാ. അപ്പൊ ഇതൊക്കെ ഉദ്യോഗസ്ഥര് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഈ സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്ന അവരാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇപ്പോഴാണ് കൊച്ചു 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അവള് BSc കഴിഞ്ഞു. അപ്പോഴാണ് അവള് അപ്പോഴും തന്നെ പറഞ്ഞു, 10 കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു വ്യത്യാസം, ഇനിയിപ്പോ ഇത് ഇങ്ങനെ തന്നെ കിടക്കും. അപ്പൊ സ്പെല്ലിങ്ങിനെ എന്ത് ചെയ്യും? സ്പെല്ലിങ് മാറ്റാൻ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? പേര് മാറ്റണ്ട സാർ. യെസ്, സ്പെല്ലിംഗ് അറിയാം. പേരുമാറ്റം തന്നെയാണ് പേരിന്റെ സ്പെല്ലിംഗ് മാറ്റാൻ മാർഗമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഒന്നുകിൽ പിന്നെ നേരിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വരിക, അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട പരിഹാരം ഞങ്ങൾ പറഞ്ഞുതരാം. വിളിക്കേണ്ട നമ്പർ 233136. ഈ നമ്പറിലേക്ക് ഒന്നുകൂടെ പറയാമോ സാർ? 2 3 6 കഴിഞ്ഞാൽ 0. ഈ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റാച്യു സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ അച്ചടി വകുപ്പ് ഡയറക്ടറേറ്റ്. അവിടെ പബ്ലിക്കേഷൻ വിഭാഗമുണ്ട്. അവിടെ എല്ലാ പ്രവൃത്തി സമയവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നേരിൽ വന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരും. പാസ്പോർട്ടിൽ വരെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിന് മാറ്റാൻ പറ്റുമല്ലോ? എല്ലാം ശരിയാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല. ഒരു സ്പെല്ലിംഗ് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അന്വേഷിക്കാം, മാറ്റാവുന്നതേ ഉള്ളൂ. ശരി, താങ്ക് യു സാർ. അല്ലെ, ശ്രോതാവ് പേര് മാറ്റുക എന്നുള്ളതല്ല, പക്ഷെ ഒരു സ്പെല്ലിംഗ് മാറിയാലും അത് പേരുമാറ്റം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അപ്പോഴും തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോർപ്പറേഷനിൽ തിരുത്താൻ പറ്റുന്നതായിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞ് ഈ കുട്ടി SSLC കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇനി അച്ഛൻ്റെ പേര് സ്പെല്ലിങ് കറക്റ്റ് ചെയ്യണം, ഏകീകരിക്കണം. അച്ഛൻ്റെ പേര്, അച്ഛൻ അപേക്ഷ കൊടുത്ത് എൻ്റെ മകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിടക്കുന്ന പേരും എൻ്റെ SSLC കിടക്കുന്ന പേര് ഒന്നാണ്. അപ്പം ഈ പേര് ഈ പേര് ആ SSLC ബുക്കിലുള്ള പേര് മാത്രമാണ് എൻ്റെ പേര് ശരിയായ പേരെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യണം. ആ ഡോക്യുമെൻ്റ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൂടെ വെക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് കൊടുത്താൽ കോർപ്പറേഷൻകാർ തിരുത്തി കൊടുക്കും. കോർപ്പറേഷൻകാർ തിരുത്താൻ സാധ്യത ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ കൊടുത്താൽ അവർ തിരുത്തും. അപ്പോൾ ആദ്യം നമ്മൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഗവൺമെന്റ് പ്രസ് വഴി വേണം ചെയ്യാൻ. അത് കൊടുത്താൽ അവർ തിരുത്തി തരും. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. വലിയ മൈനറായിരുന്നെങ്കിൽ പ്രശ്നം അവർ തിരുത്തി തന്നെ. മേജർ ആയതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. പേരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരു ലിംഗമാറ്റം, മതം മാറ്റം ഒക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ ഈ രീതിയിലാണ് വരുന്നത്. അടുത്തൊരു ശ്രോതാവിനെ നോക്കാം. ഹലോ, പറയൂ. കണ്ണൂരിന്ന് വിളിക്കുന്നത്. പറഞ്ഞു. എന്റെ പിതാവും 7 സഹോദരങ്ങളും 2000 മതത്തിൽ ഹിന്ദു മതത്തിലേക്ക് മാറിയതായിരുന്നു. ആ സമയത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റില് ഹിന്ദു പുലയൻ പട്ടികവർഗം. ഫോണിൽ വ്യക്തമല്ലല്ലോ, കുറച്ചുകൂടെ ഇപ്പൊ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ പറയാമോ? സ്കൂൾ സർട്ടിഫിക്കറ്റില് പിന്നെ ഇത് താഴെ പട്ടികവർഗം എന്നും രേഖപ്പെടുത്തിയത് കൊണ്ട് ഒട്ടും വ്യക്തമല്ലല്ലോ. കുറച്ചും കൂടെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇപ്പൊ പറഞ്ഞ കാര്യം, പ്രധാനപ്പെട്ട കാര്യം മാത്രം എടുത്ത് ഒന്നുകൂടെ പറയാമോ? 2 പേരുടെ SSLC സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പട്ടിക ജാതിക്ക് പകരം പട്ടികവർഗം എന്നാണ് അന്ന് രേഖപ്പെടുത്തിയത്. പട്ടികവർഗം എന്ന് രേഖപ്പെടുത്തിയത് മാറ്റാൻ പറ്റുമോ എന്നാണോ പറഞ്ഞു? വ്യക്തമല്ലാത്തതുകൊണ്ടാണ്. ഫോണിന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. ഒന്നുകൂടെ പറഞ്ഞോളൂ. അതായത് ഞങ്ങളുടെ പിന്നെ ക്രിസ്ത്യൻ കൺവേർട്ടഡ് പുലയാണ് ഞങ്ങളുടെ മതം. അപ്പൊ അത് ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരുന്നു നമ്മൾ ഗസറ്റ് കൊടുത്തിരുന്നത്. അത് 2000 കേസാണ്. അപ്പൊ അതിൽ 2 പേരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ തെറ്റായി കൊടുത്തുകൊണ്ട് ആ 2 പേരുടെ പെൻഡിങ്ങിലാണ് ഉള്ളത് ഇപ്പോഴും. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ അത് ഒന്നുകൂടി ചെയ്യാൻ പറ്റുമോ? അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഫോണിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായ കാര്യങ്ങൾ പൊതുവായിട്ടൊരു മറുപടി പറയാം. എന്തോ ഒരു വ്യക്തത കുറവുണ്ട്. അതായത് ജാതി മാറ്റവുമായി ബന്ധപ്പെട്ട, ജാതി തിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട വിഷയമാണ് ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ജാതി തിരുത്താൻ ഞങ്ങളുടെ ഫീസ് 1560 രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. പിന്നെ ജാതി തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട് തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് വേണം.
അപ്പോൾ അതുമായി പിന്നെ മറ്റ് രേഖകളും എല്ലാം കൂടി വന്ന് ഞങ്ങൾ ഒന്നുകിൽ ഓൺലൈനിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഞങ്ങളുടെ ഫോറം സ്റ്റോറുകളിൽ വന്ന് കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഇതെല്ലാം തിരുത്താൻ പറ്റും. ബന്ധപ്പെട്ട തഹസിൽദാരുമായിട്ട് അപേക്ഷിച്ചിരുന്നു, 2000 അപേക്ഷിച്ചിരുന്നു, ഇതേ സാർ പറഞ്ഞത് അപേക്ഷിച്ചിരുന്നു. പക്ഷെ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് രേഖകൾ കാരണം വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഉണ്ട്. രണ്ടുപേരുടെ അപേക്ഷിച്ചു, ക്ലിയർ ആക്കി, ബാക്കിയുള്ള രണ്ടുപേരുടെ പെൻഡിങ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടതിൽ. അതിനും നമുക്ക് മാർഗമുണ്ട്. ഇതേ മാർഗം സ്വീകരിക്കാം. ബന്ധപ്പെട്ട തഹസിൽദാരിൽ നിന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഞങ്ങൾ ബന്ധപ്പെട്ട ഇത് കണ്ണൂരായതുകൊണ്ട് കണ്ണൂരുള്ള ഞങ്ങളുടെ ഫോംസ് ഓഫീസ് പള്ളിക്കുന്ന് കണ്ണൂർ, ഗവൺമെൻറ് പ്രസ് ബിൽഡിംഗ്, പള്ളിക്കുന്ന് PO കണ്ണൂർ. അതിൻ്റെ ഫോൺ നമ്പർ 27 46 406 27 46 406 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രസ് ബിൽഡിംഗ്, പള്ളിക്കുന്ന് PO കണ്ണൂർ. നമുക്ക് കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ച് നമുക്ക് പരിഹാരം കാണാം. അപ്പോൾ ഈ ജാതിയുമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഒരാൾ ജനിച്ച ഒരു ജാതി തിരുത്താൻ പറ്റില്ലല്ലോ. ഇത് ഈ വിഷയത്തിനകത്ത്, അതായത് ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലോട്ട് കൺവെർട്ട് ചെയ്ത ആളാണ്. മതമാണ് മാറിയിട്ടുള്ളത്, ജാതി മാറിയിട്ടില്ല. പക്ഷേ ഹിന്ദു മതത്തിലോട്ട് വരുമ്പോൾ മാത്രമേ റിസർവേഷൻ കിട്ടുള്ളൂ. ക്രിസ്തു മതത്തിലായിരുന്ന അവർക്ക് കിട്ടില്ല, ബന്ധപ്പെട്ട റിസർവേഷൻ ലഭ്യമാകത്തില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിനകത്ത് പട്ടിക വർഗമെന്ന് എഴുതി ചേർത്തുന്നു. അപ്പം സാറ് പറഞ്ഞതുപോലെ തഹസിൽദാരിൽ നിന്ന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ കണ്ണൂർ ജില്ലാ ഫോറം ഓഫീസർ കൊടുക്കുക. പട്ടിക ജാതിയാണ്, പട്ടിക വർഗ്ഗമല്ല എന്നുള്ളത്. അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ളത് ജാതി എന്താണോ അത് എഴുതുകയാണ് ചെയ്യുന്നത്. അത് തഹസിൽദാരാണ് അതിന് ബന്ധപ്പെട്ട അധികാരി. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റോടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ജില്ലകളിലും ഇതിന് ഓഫീസുണ്ട്. പക്ഷേ ഇടുക്കിയിലും കാസർഗോഡും ഫോംസ് ഓഫീസ് ഇല്ല. അത് വീണ്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരിക്കും. ഈ വിഷയത്തിൽ ഇവർ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, മതം മാറിയാൽ റിസർവേഷൻ ആനുകൂല്യമുള്ള ജാതിയിൽ ഉള്ള ആനുകൂല്യം കിട്ടണമെന്നില്ല. അതിനകത്ത് തഹസിൽദാരിൽ നിന്ന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ചില അവസരങ്ങളിൽ വേണ്ടി വരും. പിന്നെ അപ്പോൾ സാറ് സൂചിപ്പിച്ചല്ലോ 2 ജില്ലയിൽ നമുക്ക് ഓഫീസില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ് ഫോംസ് ഓഫീസ് ഇല്ലാത്തത്. ബാക്കി 12 ജില്ലകളിൽ ഞങ്ങൾക്ക് ഫോറം സ്റ്റോറുകളുണ്ട്. ഈ 2 ജില്ലകളിലും ഫോറം സ്റ്റോർ തുടങ്ങാനുള്ള നടപടികൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജില്ലകളിലുള്ള ആളുകൾക്ക് കൂടി അത് വളരെ പെട്ടെന്ന് ഓഫീസുകളെ സമീപിച്ച് ഈ വക കാര്യങ്ങൾ, അവരുടെ ഈ പെരുമാറ്റവും മറ്റ് കാര്യങ്ങളൊക്കെ അച്ചടിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ശ്രോതാവിൻ്റെ ചോദ്യം. ഹലോ. നമസ്തേ സാർ. പറഞ്ഞോളൂ. എവിടെ നിന്നാണ്? അരുവിക്കര. അരുവിക്കര. എനിക്ക് പറയുന്നത് മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 86 ആണ്, 1986. നമ്മൾ സ്കൂളിൽ ചേർത്തപ്പോ 87, അതായത് അന്ന് ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമായിരുന്നു. അപ്പൊ 5 വയസ്സിലാകിയപ്പോ 5 ചേർത്തങ്ങൾ 87 വെച്ചത്. അപ്പൊ ഇപ്പൊ നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് എന്താ ചെയ്യാൻ പറ്റുക? ഡേറ്റ് ഓഫ് ബർത്തിന്റെ തിരുത്തലാണ്. അതിന് മറുപടി പറയാം. അത് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത്. കാരണം സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നില്ല. നമുക്ക് വേറൊരു യഥാർത്ഥ ജനന തീയതി അല്ലാത്തൊരു തീയതി നമ്മൾ സ്കൂളിൽ കൊടുത്തു. ഇപ്പോഴാണ് നമുക്കത് തോന്നിയത് ജനന സർട്ടിഫിക്കറ്റിലുള്ള തീയതി തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് SLC സർട്ടിഫിക്കറ്റിലാണല്ലോ ഇനിയിപ്പോൾ ആധികാരിക രേഖ എന്ന് പറയുന്നത്, അത് വേണം എന്ന് തോന്നിയത്. അത് തിരുത്താൻ നമ്മളിപ്പോൾ ഈ അച്ചടി വകുപ്പ് അല്ല അത് ചെയ്യുന്നത്. അത് നമുക്ക് സ്കൂൾ അധികാരികൾ തൊട്ടടുത്തുള്ള കുട്ടി പഠിച്ച സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായിട്ട്, ഹെഡ് മാഷായിട്ട്, ഓഫീസായിട്ട് ബന്ധപ്പെടുക. അവരത് പരീക്ഷാഭവനിലേക്ക് അത് എഴുതും. അതിന് തിരുത്താനുള്ള മാർഗമുണ്ട്. അത് ഞങ്ങളുടെ ഒരു പൊതു അറിവ് എന്നുള്ള രീതിയിൽ ഒരു മറുപടി തരികയാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്, പരീക്ഷാഭവൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ആ രീതിയിൽ സമീപിക്കാവുന്നതാണ്. ഓക്കെ. പൊതുവേ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമായ അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലാക്കാം. ലിംഗമാറ്റവും സാധിക്കും അല്ലേ? ഇപ്പം മറ്റൊരു ലിംഗത്തിലേക്ക് മാറുമോ അല്ലെ ഭിന്നലിംഗം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാമല്ലോ. അതിന് നമുക്ക് ഗസറ്റ് അല്ലെ ഈ പറഞ്ഞ പ്രസിനെ സമീപിക്കാം അല്ലേ?
അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ അത് പിന്നെ ഒരു സാർവത്രികമായിട്ടുള്ളൊരു സംഗതിയാണ്. പണ്ട് നമുക്കത് പുറത്തു പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ അത് സാർവത്രികമായി ആ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ സമൂഹം അംഗീകരിച്ചൊരു വിഷയം എന്നുള്ളത് കൊണ്ട് നമുക്കത് സമൂഹത്തോട് പറയണം, ഞാൻ പഴയ രൂപത്തിൽ നിന്ന് മാറി പുതിയ രീതിയിലേക്ക് വന്നു എന്ന് പറയുകയും അത് നമുക്ക് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്താം. അതിനും ഒരു ഫീസുണ്ട്. 1820 രൂപ അടച്ച് നേരത്തെ സൂചിപ്പിച്ച രേഖകളൊക്കെയായി സമീപിക്കുകയാണെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റും സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ID കാർഡ് പ്രൊഡ്യൂസ് ചെയ്യണം. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ ഈ ലിംഗമാറ്റത്തിൻ്റെ കൂടെ പേരും മാറ്റേണ്ടി വരും. ഇപ്പോൾ ഒരു പുരുഷൻ സ്ത്രീയിലേക്ക് മാറുകയാണെങ്കിൽ പുരുഷൻ എന്നുള്ള രീതിയിലുള്ള പേരുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ പേരും മാറ്റേണ്ടി വരും. അപ്പോൾ അതിനും നമ്മൾ പേരുമാറ്റത്തിൻ്റെ ഫീസ് അടയ്ക്കേണ്ടി വരും. ഈ പേരുമാറ്റത്തിൻ്റെ 1820 രൂപ എന്ന ഫീസും കൂടി അടച്ച് നമുക്കത് സാധ്യമാവും. ആ രീതിയിൽ നമുക്ക് അറിയപ്പെടാം. അടുത്തൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ. പറയൂ. ഓച്ചിറയിൽ നിന്ന് വഹാബാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ സാറേ, ഈ ഒരു മതം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു സംശയം ചോദിക്കാനാണ് സാറേ. പിന്നെ ഈ ഒരു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? മതം മാറ്റുന്നതിന് നമ്മൾ SSLC ബുക്കിൻ്റെ പകർപ്പ്, ID കാർഡിൻ്റെ കോപ്പി, ആധാർ ഒഴികെയുള്ള ID, പാൻ കാർഡിൻ്റെ കോപ്പിയോ ഇലക്ഷൻ IDയുടെ കോപ്പിയോ റേഷൻ കാർഡിൻ്റെ കോപ്പിയോ. ഇവിടെ അപേക്ഷയുണ്ട്. അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓഫീസിൽ വരാം. മറ്റ് ആവശ്യമായ രേഖകളൊന്നും ഇല്ല. സിമ്പിളാണ്. അതൊന്നും 2020 ശേഷം അങ്ങനെയുള്ള മതസംഘടനകളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഫീസ് 1560 രൂപ. തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇതിന്റെ റേഷൻ ID പ്രൂഫും SSLC ബുക്കും ID പ്രൂഫും വിദ്യാഭ്യാസ രേഖ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ രേഖകളും SSLC ബുക്കിന്റെ കോപ്പിയും. അല്ല, പുതിയ മതത്തിലേക്ക് മാറിയതിന്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ആവശ്യം വരും? ഒന്നും വേണ്ട. പഴയ അപേക്ഷയിൽ മാത്രം പറഞ്ഞാൽ മതി. പഴയ മതത്തിൽ നിന്ന് പുതിയ മതം സ്വീകരിക്കുന്നതായിട്ട് അപേക്ഷയിൽ മാത്രം. ആവശ്യമായ ഫീസും ഒടുക്കിയാൽ മതി. മതസംഘടനകളുടെ ഒരു ഡോക്യുമെന്റും ആവശ്യമില്ല. അപ്പോൾ ഈ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർവേഷൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അതിന് പിന്നീട് സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരുമോ അതിന് ശേഷം? അല്ല, ഈ വിഷയത്തിനകത്ത് ആ മതവുമായി ഒത്തു ജീവിക്കണമെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് പിന്നെയുള്ള കാര്യങ്ങൾക്ക് വേണം. പിന്നീടുള്ള അത് വില്ലേജ് ഓഫീസർ വഴി പിന്നീട് ചെയ്യേണ്ടതാണ്. പേരുമാറ്റത്തിന് ആവശ്യമില്ല. പേരുമാറ്റമല്ല, മതം മാറ്റം എന്നുള്ള കാര്യത്തിന് ആവശ്യം വരുന്നില്ല. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്സ് വേണമെങ്കിൽ വില്ലേജ് ഓഫീസർ ഈ ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിൽ ആ മതത്തിൽ തന്നെ ഒത്തു പോയി ജീവിക്കണമെന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്യണം. ഈ അച്ചടി വകുപ്പിൻ്റെ കീഴിലുള്ള ഈ പറഞ്ഞ പ്രസ് മറ്റു സേവനങ്ങളും ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവർ ചോദിച്ചത്. നമുക്കിപ്പോൾ ഈ പുതിയ വർഷം ആരംഭിക്കുകയാണല്ലോ. സർക്കാരിൻ്റെ കലണ്ടർ, സർക്കാരിൻ്റെ ഡയറി, ഇതൊക്കെ പക്ഷെ പൊതുവിൽ നമുക്ക് കടകളിലൊന്നും കിട്ടാറില്ല. ഇതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? നമുക്ക് സർക്കാരിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ എല്ലാറ്റിനെയും കുറിച്ച് പറയാം. ഡയറി പ്രസിദ്ധീകരിക്കുന്നത് വിൽപ്പനയ്ക്കായി എല്ലാ ഫോറം സ്റ്റോറുകൾ വഴിയും വിൽപ്പനയ്ക്കായി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ കലണ്ടർ, സർക്കാർ കലണ്ടർ എല്ലാ വർഷവും അത് വിൽപ്പനയ്ക്കായി വയ്ക്കാറുണ്ട്. അത് അതാത് സമയങ്ങളിലുള്ള ഒരു വില നിശ്ചയിക്കും. അതാത് വർഷങ്ങളിൽ ആ വില കൊടുത്ത് വാങ്ങാം. ഇപ്പോൾ ഈ വർഷം നമുക്ക് സർക്കാർ കലണ്ടറിന് 36 രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ഡയറി 229 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സും കൊടുത്തു കഴിഞ്ഞാൽ ലഭ്യമാകും. അതുപോലെ തന്നെ ഈ സർക്കാർ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തല പരീക്ഷകൾക്ക് ആവശ്യമായ എല്ലാ പ്രസിദ്ധീകരണങ്ങളും KSR, ഫിനാൻഷ്യൽ കോഡ്, അക്കൗണ്ട് കോഡ്, ബഡ്ജറ്റ് മാനുവൽ, KER, അങ്ങനെ പരീക്ഷകൾക്ക് വേണ്ട 30ഓളം പ്രസിദ്ധീകരണങ്ങൾ എല്ലാ ഫോറം സ്റ്റോറുകൾ വഴിയും നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. പോരാതൊരു ഏജൻസികൾ വഴി, അംഗീകൃത ഏജൻസികൾ, അതിന് പ്രത്യേക രീതികളുണ്ട് ഇതിൻ്റെ ഏജൻസി എടുക്കാനായിട്ട്. അപ്പോൾ അത് ഏജൻസികൾ വഴി, പിന്നെ ആക്ട് ആൻഡ് ഓർഡിനൻസ്, അങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ ഈ ഫോറം സ്റ്റോറുകൾ വഴി വിൽപ്പന നടത്തുന്നുണ്ട്. അതേപോലെ ഏജൻസി വഴിയും ചെയ്യുന്നുണ്ട്. ഏജൻസി ലൈസൻസ് എടുക്കാം.
അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആ ഏജൻസി വഴി വിൽപ്പന നടക്കും. അപ്പോൾ ഒരു ജില്ലയിൽ ഒരു ഫോറം സ്റ്റോർ എന്നുള്ള രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ഈ ഫോറം സ്റ്റോറിൽ നേരിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത്. അതും പൊതുജനങ്ങൾക്ക് ഈ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ പെൻഷൻ ബുക്ക്, സർവീസ് ബുക്ക്, ഇപ്പോൾ അതൊക്കെ എല്ലാം ഓൺലൈനായിക്കൊണ്ടിരിക്കുന്നു. ഇനി കൂടുതൽ ആവശ്യം വരുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട വിഷയമാണ്. നിലവിൽ പെൻഷൻ ബുക്കും സർവീസ് ബുക്ക്, ഗസറ്റ് ഓഫീസർമാരുടെ എൻറ്റൈറ്റിൽമെൻറ്റ് രജിസ്റ്റർ, അങ്ങനെ എല്ലാ ഡോക്യുമെൻസും നമ്മൾ സർക്കാർ പ്രസ്സിൽ തന്നെയാണ് അച്ചടിക്കുന്നത്. അത് വിതരണം നടത്താൻ ഗവൺമെൻറ് അച്ചടി വകുപ്പിൻ്റെ ഫോറം സ്റ്റോറുകൾ വഴി വിൽപ്പന നടത്തുന്നു. അതേപോലെ അംഗീകൃത ഏജൻസികൾ വഴി വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചുള്ള സേവനങ്ങളാണ്. പിന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ചുള്ള സേവനങ്ങളെക്കുറിച്ചാണ് ഡയറി, കലണ്ടർ, അതൊക്കെ അതാത് വർഷം വില നിശ്ചയിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ചടി വകുപ്പ് പൊതുവെ ഈ വക കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രമേ ഇത്തരം സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രസ് പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പ്രസ്സും ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കൊരട്ടിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പ്രസ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ നിങ്ങളുടെ ഫംഗ്ഷനുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ, സേവനങ്ങൾ തമ്മിൽ? സംസ്ഥാന അച്ചടി വകുപ്പിൻ്റെ കീഴിലുള്ള 11 പ്രസ്സുകൾ വിവിധ ജില്ലകളിലായിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ഈ കൊരട്ടി പ്രസ്സൊക്കെ ഇപ്പോൾ നിലവിൽ ഫങ്ഷനിങ് ഇല്ല, അത് അടച്ചു പൂട്ടി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അച്ചടി ജോലികൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ റെയിൽവേ അങ്ങനെയുള്ള അവരുടേതായ അച്ചടി ജോലികൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ളതാണ് അത്തരം പ്രസ്സുകൾ. ഇപ്പോൾ പൊതുവെ അതിൻ്റെ എണ്ണം കുറഞ്ഞു. കേരളത്തിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രസ്സുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പ്രസ് എന്നുള്ള രീതിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും കേരളത്തിൽ നിലവിലുള്ള 11 ഗവൺമെൻറ് പ്രസ്സുകളും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള 11 ഗവൺമെൻറ് പ്രസ്സുകളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് പൊതുജനങ്ങൾക്ക് അതിൻ്റേതായ സേവനങ്ങൾ നേരിട്ടും പരോക്ഷമായും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ, അന്യസംസ്ഥാനത്തു നിന്നുള്ള ധാരാളം പേര് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? നമുക്ക് കേരളത്തിലുള്ള റെസിഡൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ പേരുമാറ്റം തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാകാറുള്ളൂ. മദർ സ്റ്റേറ്റിലുള്ളവർക്ക് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് കോംപ്ലക്സിൽ വെട്ടർവണ്ടത്ത് തന്നെ എൻ്റെ ഓഫീസുണ്ട്, അവിടെ ചെയ്യാവുന്നതാണ്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ശ്രോതാക്കളുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് വളരെ തൃപ്തികരമായ രീതിയിൽ മറുപടി നൽകിയ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ്സുകളുടെ സൂപ്രണ്ടായ ടി വീരാൻ, കൺട്രോളർ ഓഫ് ഫോംസ് ബി ഹരികുമാർ എന്നിവർക്ക് ശ്രോതാക്കളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പേരുമാറ്റം, മതം മാറ്റം, ഒപ്പുമാറ്റം തുടങ്ങി ഗവൺമെൻറ് പ്രസ്സുകൾ വഴി നടക്കുന്ന വിവിധ സേവനങ്ങളുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് പ്രസ്സുകളുടെ സൂപ്രണ്ട് വീരാൻ ടി, കൺട്രോളർ ഓഫ് ഫോംസ് ഹരികുമാർ ബി എന്നിവർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.